ഹലോ പ്രസിഡന്റ്. ഞാനിപ്പോ എത്തും. ഞാന് വാർഡില കുടുംബശ്രീ മീറ്റിംഗില്ല. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ദേ എത്തി. റോക്കറ്റ് തുമ്പയിലാണേലും ഭ്രമണപഥത്തിൽ എത്തിയെന്നേ സുനന്ദ പറയൂ. ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, തുടങ്ങാം. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. മെമ്പർ വക പടവലം 22,200. ചേട്ടാ റൗണ്ട് ചെയ്തേ ഒരു 20 എഴുതിക്കോ. വില അല്പം കുറഞ്ഞിട്ടുണ്ട്, ഒരു 60. അത് രാസം, ഇത് ജൈവം. ഇതിനകത്തെ പുഴു പോലും നാച്ചുറലാ, വിശ്വസിക്കാം. കിലോയ്ക്ക് 80 രൂപ വരെ വാങ്ങിക്കാം. അയ്യോ എന്ന് പറഞ്ഞ അങ്ങനെ. ചേട്ടനൊരു 45 എഴുതിക്കോ. ഉറപ്പാണോ മെമ്പറെ? ആന്നേ, കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലെങ്കിലേ ഞാൻ വൈകിട്ട് വരുമ്പോ വാങ്ങിച്ചോളാം. ആയിക്കോട്ടെ. പിന്നെ സുരേഷ് വന്ന് ചോദിച്ചാ പൈസ ഒന്നും കൊടുത്തേക്കല്ലേ. ഈ ചീര ചേട്ടൻ ഫ്രീ എടുത്തു. തൂക്കവും വിലയെല്ലാം അങ്ങ് കുറച്ചല്ലോ. മെമ്പർക്ക് ഇത് എന്ത് പറ്റില്ല? ഒന്നുമില്ല കൊച്ചാട്ടാ, ഇലക്ഷൻ അടുത്തതിന്റെ പറഞ്ഞ കേട്ടില്ലേ, KP വന്ന പൈസ കൊടുക്കരുത്. ചേച്ചി അനിയനായിട്ട് എന്തോ കാര്യം. രണ്ട് ഗ്രൂപ്പാ. സമരങ്ങളുടെ പൂരപ്പരമ്പായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ഒരു ലൈവ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ അപ്പ് ചെയ്യുന്നത്. പിൻവാതിൽ നിയമനത്തിനും ജലചൂഷണത്തിനുമെതിരെ UDPയുടെ പൂച്ചക്കുട്ടിക്കാപോലത്തെ യുവത്തന്മാർ എന്ന നിലയിൽ സെക്രട്ടേറിയറ്റ് പറയാൻ പോകുന്ന കാഴ്ച. ഭരണപക്ഷത്തിന്റെ ചങ്കായ പോലീസും ഒരു വശത്ത് സെറ്റായി കഴിഞ്ഞു. ഇതാ സമരത്തിന്റെ രൂപവും ഭാവവും ചേഞ്ച് ആവുകയാണ്. പാരിച്ചാലിന് മുന്നിലേക്ക് അവർ കടന്നു കയറി കഴിഞ്ഞു. ഒരു കല്ല്, 2 കല്ല്, 3 കല്ല് പോലീസ് മാമൻ അയ്യോ എന്തോ കുഴപ്പമുണ്ട്, വിരലുകൾ അസ്ഥിക്കൂടം പോലെ അല്ലേ? കുഴപ്പമൊന്നുമില്ലടോ. എന്നാലൊരു പ്ലാസ്റ്റിക് സിസ്റ്ററെ ഈ പോലീസുകാരെ എല്ലാരും അറിയട്ടെ. നരനായാട്ട് നായാട്ടോ വിളയാട്ടോ പ്രക്കാട്ടോ എന്തെങ്കിലും ആവട്ടെ, ഒരു ചെറിയ പ്ലാസ്റ്റിക് സിസ്റ്റം. അതിന്റെ ഒന്നും ആവശ്യമില്ല. സിസ്റ്റർ കമ്മിയാണല്ലേ? ഇവിടെ ബെഡും കമ്മിയാ. കയ്യും കാലും ഒടിഞ്ഞവർക്ക് ഇവിടെ കിടക്കാൻ സ്ഥലമില്ല. മനുഷ്യന്റെ സമയം മെനക്കെടുത്താതെ ഒന്ന് പോയേ. ഈ മഷിവെള്ളം മരുന്നെങ്കിലും തരോ? അത് മുഖം കഴുകിയാൽ മതി, പൊക്കോളും. ചെറിയൊരു ബാൻഡൊക്കെ തരോ? പുറത്ത് മെഡിക്കൽ സ്റ്റോറി കിട്ടും, വേണേ പോയി മേടിച്ചേ കുട്ടിച്ചോ. ആരോഗ്യവകുപ്പ് മൊത്തം താറുമാറാണല്ലേ. ഹലോ ലീഡറെ, രാജനാണേ. എടാ എങ്ങനെയുണ്ട് ടിവിയിലെ പെർഫോമൻസ്? നീ കണ്ടായിരുന്നോ? കണ്ടങ്ങ് മൂത്ത് വരെയായിരുന്നു. പക്ഷെ അപ്പോഴാ നമ്മുടെ നക്സല് മത്തായിക്കുട്ടി മാപ്പിള മരിച്ച കാര്യം അറിഞ്ഞത്. 4-ാം മരല കഴിഞ്ഞ ദിവസം പുള്ളിനെ കണ്ടപ്പോ ഒരു 1000 രൂപ കടന്നു പറഞ്ഞു. അത് പോയി ഇല്ലടാ, ഇതൊരു ചാൻസ് ആണ്. എനിക്ക് കഴിഞ്ഞ തവണ 7-ാം വാർഡിൽ ദാഴ്ചനെ വരച്ചപ്പോ സുന്ദരൻ സ്കോർ ചെയ്തത്. ഇത്തവണ എനിക്ക് സ്കോർ ചെയ്യണോടാ. ദേ ലീഡർ പറഞ്ഞാ മതി, അതുപോലെ ചെയ്തിരിക്കും. നീ ഒരു പണി ചെയ്യ്, മാപ്പിളുടെ കാലിന്റെ അവിടെ ഒരു റീത്ത് വെക്ക്. നെഞ്ച് തന്നെ വെച്ചു റീത്ത്. എന്നാലേ 4 പേര് KP അറിയുള്ളൂ. അല്ല നെഞ്ചത്ത് വെക്കണമെങ്കിൽ റീത്തിന്റെ പൈസ കൊടുക്കും. നീ 5 ട്രില്യൺ ഇന്ത്യൻ എക്കണോമിയെ പരിഹരിക്കരുത്. അതിനൊക്കെ വഴിയുണ്ടാക്കാം. എന്തായാലും പാലമ്പണിയുടെ കാര്യം അടിയന്തരമായി ചർച്ച ചെയ്തേ പറ്റും. ഏയ് ഇത്തരം ആരോപണങ്ങളിൽ ഒന്നും ഒരു കഴമ്പുമില്ല. പാലത്തിന്റെ ബലം ബ്രിഡ്ജ് മാൻ ഈ ഭാസ്കർ മേസ്ത്രി വന്ന് ചെക്ക് ചെയ്യാമെന്ന് നേരിട്ടുണ്ട്. അത് കഴിയട്ടെ. എന്തിന് ബ്രിഡ്ജ് മാനൊന്നും വേണ്ട, ഒരു സൈക്കിള് കയറിയ തന്നെ പാലം കടന്നിളകുക. 600 ചാക്ക് എന്നൊക്കെയാ കണക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആരിട്ടോന്ന് വരെ സംശയമുണ്ട്. പഞ്ചവടി പാലം, പാലാരിവട്ടം പാലം, ദേ ഇപ്പൊ പട്ടരകടവ് പാലം. പണ്ട് ആറ്റുമണല ഉപയോഗിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ പാറപ്പൊടിയാണ്. അതിന്റെ ചെറിയ ഒരു വില വ്യത്യാസം, അല്ലാതെ അഴിമതിയൊന്നുമില്ല. അല്ലേ ശ്രീജ? അതാണ് പുതിയതായിട്ട് ഞങ്ങൾ വെച്ച സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കത്തുന്നുണ്ടല്ലോ. അത് അടുത്ത അഴിമതി. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു പരാതി മുഴുവൻ. സ്വിച്ച് ഇട്ടപ്പോ പോസ്റ്റോട് നിന്നാ കത്തിയത്. ഇത് അഴിമതിയാണ്. UDPയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ കൂട്ടത്തോടെ വാക്കൗട്ട് ചെയ്യുന്നു. അതെ ശരി, ആഗ്രഹം പോലാട്ടെ. പാലമഴിമതി CBI അന്വേഷിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. ആകെ 3 പേരുണ്ട്. പാലമഴിമതി CBI. ചേട്ടാ
KP റീത്ത്. ആ പിന്നെ പറഞ്ഞായിരുന്നു ഏ? റീത്തല്ലേ ആ, കൊണ്ടുപോയിക്കോ. താങ്ക് യു. അഴിമതി യോജനയല്ലേ ഏറ്റു. ചേട്ടാ ഐശ്വര്യേട്ടാ റീത്തിങ് എടുത്തേ, വേഗം ആയിക്കോട്ടെ. മെമ്പറിന്റെ റീത്ത് മേടിച്ചിട്ട് പോയല്ലോ. ആര് KP സുരേഷോ? അല്ലല്ല, ലീഡർ KP അല്ല, ആ രാധൻ. ഓഹോ, അവന്മാർക്ക് അത്രയും ബുദ്ധിയായോ? ഇപ്പൊ പോയതിനെക്കാട്ടിലേ മുഴുത്തൊരു റീത്ത് ചട്നിങ് എടുത്തു. ആ ജമന്തി മതി, ജമന്തിയെ. ആയിക്കോട്ടെ, ഇപ്പൊ തരാവേ. അനാചാരത്തിനുമെതിരെ മതങ്ങൾക്കും പൗരോഹിത്യത്തിനും ഫ്യൂഡലിസത്തിനുമെതിരെ പോരാടിയ വിപ്ലവ സമരനായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ ശവസംസ്കാരം മാർ മെട്രോന്യൂസ് ക്ലീറ്റസ് ഇവാനിയോസ് ബാവയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ആചാരപൂർവ്വം നടത്തപ്പെടുന്ന വിവരം എത്ര റീത്ത് പോയി ചേട്ടാ? ഈ നാക്സൽ മാപ്പിളയൊക്കെ ചാത്ത ആരാ റീത്ത് വെക്കാൻ പോകുന്നത്? ഇടതുപക്ഷക്കാർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സുനന്ദയുടെ പറ്റില്ല 2, പിന്നെ വേറൊരാള്, അത്ര തന്നെ. അതിനൊക്കെ കേരള കോൺഗ്രസ്. ഹോ, എന്താ ഫാൻസ്, എന്താ ഫോളോവേഴ്സ്. റീത്തൊക്കെ ചെറ പറയുന്നു പോവും. ആ മോനെ, ആ KP സുനന്ദ എന്നുള്ളതേ മുഴിപ്പിച്ചടിച്ചോ. എന്റെ പൊന്നിയാണ്, നേരമില്ലാതെ നേരത്താണോ ഈ തമാശ കളി? ഒറ്റ വരിയിൽ അടിച്ചു തന്നേ. ശരി എന്നാ. എന്ത് പിടിയില്ല, ചുമ്മാ അല്ല പഞ്ചായത്തിൽ മരണനിരക്ക് കൂടുന്നത്. ഈ ആംബുലൻസിന്റെ അന്തസ്സിന് ചേരുന്ന രീതിയിൽ അങ്ങ് പറപ്പിക്കളിയാ. ശബ്ദം കുറവാണ്. ഞാൻ നിമിഷ. പോരാട്ടങ്ങളുടെ തീച്ചുളയിലൂടെ സമരവീര്യവുമായി ഭൂമിയെ ചുവപ്പിക്കാൻ നടന്ന നക്സൽ നേതാവ് സഖാവ് മത്തായിക്കുട്ടിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അണ്ണ ഒന്ന് മാറി കണ്ണ മുഖം കാണിച്ചതല്ലേ. മരണസമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മകൻ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്, മിസ്റ്റർ മോസ്കോ സണ്ണി. മരിക്കുന്നതിന് മുമ്പ് എന്താണ് അദ്ദേഹം അവസാനമായി നിങ്ങളോട് പറഞ്ഞത്? പറഞ്ഞോളൂ, അധികം ആലോചനയൊന്നും വേണ്ട, വേഗം പറയൂ. വയനാട്ടിൽ പോലീസ് വെടിവെപ്പ്. അരി തേടിയെത്തിയ മാവോയിസ്റ്റുകളെ തണ്ടർബോൾട്ട് വെടിവെച്ചു കൊന്നു. നീ ഒന്നും ഒരു കാലത്ത് കുടം പിടിക്കും. എന്നാൽ യാഥാർത്ഥ്യം അപ്പനിലെ നക്സലൈറ്റ് അവസാന നിമിഷം വരെ വിപ്ലവം വരുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഒടുവിലായി പറഞ്ഞത് വിപ്ലവം വിജയിക്കട്ടെ എന്നായിരുന്നു. നിങ്ങളെ അച്ഛന്റെ ഈ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത്? നന്നായി ബാധിച്ചിട്ടുണ്ട്. അച്ഛൻ ഉറങ്ങാറുണ്ടായിരുന്നോ? ശരിക്ക് അച്ഛൻ ഉറക്കം മാത്രമേ ഉള്ളായിരുന്നു. നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നോ? കഴിക്കുമായിരുന്നു, ഷവർമയൊക്കെ. ഇതിവിടെ പാളി. ഇന്നലെ ഇവിടെയാണോ കിടന്നത്? കേട്ടൊരു രാശിയില്ലാത്ത ഒരാളോ എന്നായിരിക്കട്ടെ. ഞാനില്ലേ കൂടെ? ഇനി ഞങ്ങളുടെ റീത്ത് കണ്ടാ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. പന്തല് വിളിച്ചു കളയരുതേ. ചുരുക്കി പറഞ്ഞ ഒരു തോൽവി കൂടി നമുക്ക് ആ ഡയറിയിൽ എഴുതാം. ഇനി ആരെ റീത്ത് വെക്കാൻ സമ്മതിക്കണ്ട. ശരിയാ, മരിച്ച നസ്കലേറ്റിന് ഒരു ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് വാട്സപ്പ് നോക്കി ഫീലിങ്സ് ആണ് അടിച്ചിരിക്കാതെ ഇത് കൊണ്ട് ഫ്രിഡ്ജ് വെക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് ഉപകാരപ്പെടും. ബോഡി എടുക്കാൻ താമസിക്കുവോ? പഞ്ചായത്ത് യോഗം നടന്നുകൊണ്ടിരിക്കുവോ? പോയിട്ട് ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു. വൈകും. ജഡ്ജി അദ്ദേഹം വരാൻ വെയിറ്റ് ചെയ്യുക. പിന്നെ MLA എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോവാന്നോ? പോയിട്ട് വരും.